നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിക്കുന്നു. നമ്മുടെ മമദാനി ന്യൂയോർക്കിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു മാറ്റത്തിൻ്റെ വെള്ളിവെളിച്ചം കാണുകയാണ് സമൂഹത്തിൽ. കേവലം 7% ന്യൂയോർക്കിൽ മുസ്ലിങ്ങളുള്ളൂ, 11% അമേരിക്കയിൽ ആകെയുള്ളൂ. അല്ലെങ്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, ലോകത്തെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയാവുന്ന അമേരിക്ക, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റി, കേവലം 34 വയസ്സ് മാത്രം പ്രായമുള്ള സമാധാനി ചാർജ് ഇട്ടു. വാസ്തവത്തിൽ അവിടുത്തെ ജനങ്ങളെ നമ്മൾ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവും. ഞാൻ പണ്ട് പറഞ്ഞില്ലേ, സോണിയാഗാന്ധിക്ക് കൂടി പഞ്ചായത്ത് മെമ്പറിലാകാൻ പറ്റിയിട്ടില്ല. ആ സ്ഥാനത്താണ് വിദേശത്ത് വന്ന ഒരാൾ ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ മേയറായി 1-ാം തീയതി രാത്രി ചാർജ് എടുത്തു. ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ്, അദ്ദേഹം ഖുർആൻ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തൊട്ട് അത് പൂജിക്കല്ല, കയ്യിലെടുത്തു. 2 സത്യപ്രതിജ്ഞ എഴുതി, 2 സമയത്ത്. ഒന്ന് പാതിരയ്ക്ക് വന്ന് കൂടി, 2 ഖുർആനിൻ്റെ 2 വിധത്തിൽ ഖുർആനില്ല ഒന്നുള്ളൂ. പക്ഷെ 2 രീതിയിൽ സാഹചര്യത്തിൽ കിട്ടിയ ഖുർആനുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം. എനിക്ക് കോൺഗ്രസ്സുകാരുമായി നല്ല ബന്ധം സ്ഥാപിച്ച് ഷാഫി പറമ്പിൽ പോലെ കയ്യിലെടുത്ത് എന്തെങ്കിലും നക്കപ്പിച്ച നേടാം. എനിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. ഒരു നേതാവിൻ്റെ ഒരു സഹായം ഒരു ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം എനിക്ക് വേണ്ട. 60 തന്നെ കിട്ടും. നമ്മൾ 20% വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ, അതിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്നത് ആർക്കാണ്? കോൺഗ്രസ് മുന്നണിക്കാണ്. കേരളത്തിൽ ഏതാനും 40% ഉണ്ട്. അതാണ് പുതിയ കണക്ക്. ആ 40%-ൽ 2 ലീഗിന് കൊടുത്ത് ബാക്കി ഒരു മുസ്ലിം സീറ്റ് കോട്ട കൊടുക്കുമ്പോൾ കൊടുത്താണ് ഷാഫി പറമ്പിൽ. അങ്ങനെ ജയിച്ചു വന്ന ഷാഫി പറമ്പിൽ ഡൽഹിയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദൃഢപ്രതിജ്ഞ ചെയ്തത് അന്തസ്സും സംസ്കാരവും ആഭിജാത്യവും സ്വസമുദായ സ്നേഹം വർഗീയമല്ല, സ്വകുടുംബ സ്നേഹം വർഗീയമല്ല, സ്വരാജ്യ സ്നേഹം വർഗീയമല്ല, വർഗീയം വേറെയാണ്. അങ്ങനെ കിട്ടിയ ഒരേ ഒരു സീറ്റാണ് കോൺഗ്രസിന് ഷാഫി പറമ്പിൽ കിട്ടിയത്, കൊടുത്തു. അത് പാലക്കാട് മാറേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹത്തിന് പാർലമെന്റിലേക്ക് അയക്കേണ്ട കാര്യം ഉണ്ടായില്ല. അതിൻ്റെയൊക്കെ പോയി ഒരുപാട് കളിയുണ്ട്, അത് ഞാൻ പിന്നെ പറയും. അതിന് വടകര പോയി സന്ദർഭം ജയിച്ചു. ഷാഫി പറമ്പിൽ ചോദിക്കട്ടെ, അത് തെറ്റായിട്ട് കാണാനില്ല. നിങ്ങൾ മേലാൽ ഇതുപോലെ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒടിക്കില്ല, വളയ്ക്കുള്ളൂ. അത് നിങ്ങൾ പ്രബല ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിന്റെ കോൺഗ്രസ് അനുവദിച്ച് ഏക സീറ്റിൽ തിരികെ കയറ്റിയാണ്. ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. തിരികെ കയറ്റിയാണ് നിങ്ങൾ ജയിച്ചു വെക്കുക. അവിടെ ചെന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തില്ലേ? ഈ മമദാനി നോക്ക്, അദ്ദേഹം 7% മുസ്ലിങ്ങളാണ് ന്യൂയോർക്കുള്ളൂ. എന്നിട്ട് 11% അമേരിക്ക ആകെയുള്ളൂ. 11 പോലും ഇല്ലെന്ന് തോന്നല്ല. അങ്ങനെ ജയിച്ചു വന്ന ആ സമുദാനി സ്വന്തം സമുദായത്തിന്റെ മതവിശ്വാസം അനുസരിച്ചുള്ള ഒരു ഖുർആൻ കയ്യിൽ പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു കാര്യം മനസ്സിലാക്കണം മിസ്റ്റർ ഷാഫി പറമ്പിൽ, കോൺഗ്രസ്സുകാരെ, ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ന്യൂയോർക്ക്, അമേരിക്ക ന്യൂയോർക്ക്. അവർ സംഘടിതമാണ്, ശക്തരാണ്, ലോക കോടീശ്വരന്മാരാണ്. അവരിൽ നല്ലൊരു ശതമാനം, ഹിന്ദുക്കൾ നല്ലൊരു ശതമാനം, ക്രിസ്ത്യാനി നല്ലൊരു ശതമാനം സമാധാനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ജനത നമ്മൾ എത്ര കണ്ട് പോഴ്ത്തിപ്പെടണം, എത്ര കണ്ട് അവർക്ക് നമ്മൾ മതിപ്പ് കൽപ്പിക്കണം. അങ്ങനെ ജയിച്ചു വന്ന സമാധാനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 3 പ്രധാന കാര്യം: ട്രാൻസ്പോർട്ടിങ് ലഘൂകരിക്കുക, ചാർജ് ഇല്ലാതെ ഫ്രീ ആക്കി കൊടുക്കുക. മറ്റൊന്ന്, കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഡേ കെയർ പോലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നോക്കുക.
നിത്യോപയോഗ സാധനങ്ങളിലെ വില കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയോ ചെയ്യുക. ഈ 3 പ്രധാന കാര്യങ്ങളുണ്ട്. മറ്റു പലതുണ്ടെങ്കിലും ഇതൊക്കെ അത്ര സങ്കീർണമാണ്, നിസ്സാര കാര്യമില്ല. അതിനിടയ്ക്ക് ട്രംപിനെ പോലുള്ളവരുടെ എതിർപ്പ് സ്വീകരിക്കണം, അവിടുത്തെ ലോക കോടീശ്വരന്മാരെ എതിർപ്പ് വേണം. ഇതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തി വേണം യുദ്ധത്തിൽ ജയിച്ചു വരാൻ. അത് അത്ര ടാസ്ക് അല്ല, വലിയ ടാസ്ക്കാണത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ബട്ട് നമ്മുടെ പോയിന്റ് അതല്ല. ന്യൂയോർക്കിൽ സമദാനി മേയറായാലൊന്നും നമ്മുടെ ചോദ്യമല്ല. ആ സമദാനി ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അതിനെക്കുറിച്ച് സംഘപരിവാരപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം കൊണ്ട് ഇടപെടുമെന്ന് പറയും. അതിലൊന്നും ഒരു സംശയമില്ല. ഇന്ത്യയുടെ അല്ല ഒരു രാജ്യത്തിന് ആഭ്യന്തര കാര്യത്തിൽ മറ്റു രാജ്യത്തെ വ്യക്തികൾ ഇടപെടാൻ പാടില്ല. അതൊക്കെ നമ്മൾ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് വോയിസ് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ ശബ്ദമാണ്, ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ആണ്. ചിന്തിക്കുമ്പോൾ അകാരണമായിട്ട് ഒരു വ്യക്തിയെ ജയിലിൽ പാർപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ലോക്കപ്പിൽ ഇടാൻ പറ്റുമോ? ഇന്നും നിലനിൽക്കുന്ന നമ്മുടെ ഭരണഘടന, ജനാധിപത്യം, മതേതര സോഷ്യലിസം നിലനിൽക്കാണ്, പോയിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആരായിരുന്നാലും ശിക്ഷാനുഭവിക്കുക, ആ സംശയമില്ല. ഇത് പറയുമ്പോഴാണ് നമ്മുടെ LDF മന്ത്രിയായ ആളില്ലേ, ഒരു കേസിൽപ്പെട്ട് വക്കീൽ. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, മനുഷ്യ സമൂഹമേ, ഇന്ന് ആ മനുഷ്യർക്ക് അനുഭവിക്കുന്ന വേദന, അന്ന് ജോലിയില്ലാതെ വക്കീൽ ഫീ നടത്തിയത് കേസ് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത പണിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താൽ ന്യായീകരണം ഉണ്ടായിക്കെന്ന് പറയാം. ആ ന്യായീകരണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഇപ്പം അതാണ്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾ ഉപരി അല്ലെങ്കിൽ മുന്നോട്ട് ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ചെയ്യരുത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വധേരയുടെ മകൻ്റെ കല്യാണത്തെ കയറി, അത് ഞാൻ പറഞ്ഞു, ഇനി പറയുന്നില്ല. അത് വെച്ച് എനിക്ക് ഏതാണ്ട് അറിയുന്ന ഒരു വക്കീല്, അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ജഡ്ജിയായിട്ട് ജഡ്ജി പാനൽ വന്നു. ഹൈക്കോടതി ജഡ്ജി പാനൽ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ശക്തമായ രഹസ്യാന്വേഷണം നടക്കും. അത് ഏത് പാർട്ടി ഏത് ആൾക്കാർ വന്നാലും അന്വേഷിക്കും. അത് വക്കീലന്മാർക്ക് അത് മനസ്സിലാക്കിയ വക്കീല് ജഡ്ജി സ്ഥാനം ഏൽക്കുന്ന തലേ ദിവസം ആലുവ പുഴയിൽ പോയി, തീവണ്ടി പോയിട്ട് പുഴ ചാടി മരിച്ചു. തമ്പുരാന്, എന്താണ് അദ്ദേഹത്തെ തെറ്റെന്നറിയും? ഇറ്റലിയിൽ നിന്ന് ഒരു വിദേശി വന്നിട്ട് അദ്ദേഹത്തിന് പാസ്പോർട്ട് അറ്റസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് എന്തോ കാര്യം അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തു ഒപ്പിട്ടപ്പോഴും. പക്ഷേ അദ്ദേഹം ഇറ്റലിയിൽ വന്നില്ല. പാസ്പോർട്ട് ഇറ്റലിയിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ പാസ്പോർട്ട് ഉണ്ടാവുമല്ലോ. ഇനി ഫ്രീ വിസയാണെങ്കിലും പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഇല്ല, അയാൾ വന്നിട്ടില്ല. അന്ന് 10,000 രൂപ മറ്റാണോ വാങ്ങിച്ചത്. അത് 10,000 എന്ന് പറഞ്ഞാൽ 70 മറ്റായിരിക്കും. 70 10,000 നോക്കി 1-2 ലക്ഷം രൂപയും കാണും. അത് വലിയ സംഖ്യ ആയിരുന്നില്ല. അത് വാങ്ങിച്ച് അതിൻ്റെ പേരിലാണ് അവസാനം അന്വേഷണം വന്നാൽ തെറ്റെന്ന് വെച്ച് ആത്മഹത്യ ചെയ്തു. തമ്പുരാനെ, പൊന്ന് സഹോദരങ്ങളെ, I am 77. എൻ്റെ കുഞ്ഞ് അനുജന്മാരോട് പറയണം, നിങ്ങൾക്ക് ഭാവി പ്രതീക്ഷിക്കുന്ന ഇതുപോലെ വലയിൽ ചെന്ന് ചാടരുത്. കേസ് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. കേസിൽ അവിടെ നീതിയില്ല, നിയമം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ പൊതുജനങ്ങളുടെ ഇടയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, മന്ത്രിമാരാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ മന്ത്രി ആയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കേസ് ഇത്രയും മുന്നോട്ട് പോകില്ല. പക്ഷേ പറ്റിക്കരുത്. ഇപ്പോൾ തന്നെ 30 വർഷം മുമ്പാണ് തോന്നുന്നത്, 30-36 വർഷം ഇതൊക്കെ പറഞ്ഞു കേട്ടത്. അങ്ങനെ കേട്ടത് പോലെ മന്ത്രി ഇവിടെ തന്നെ ഇത് വന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു മമതാരിയെക്കുറിച്ച്. അപ്പോൾ ഇത്രയും യഹൂദ സാമീപ്യമുള്ള ശക്തരായ യഹൂദരുള്ള ക്രിസ്ത്യാനികളുള്ള ലോക കോടീശ്വരം അധിവസിക്കുന്ന ന്യൂയോർക്കിൽ നിന്നാണ് 30 ആൾക്കാരും ജയിച്ചു വന്നത്. അത് വലിയ സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് ആ ആത്മാഭിമാനവും അന്തസ്സും പ്രൗഢിയും ഇത്ര മഹത്തരമാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ മുൻപിലൊക്കെ ഞാൻ ഒന്നും അല്ലെങ്കിൽ ഞാൻ പോലും ലജ്ജിക്കുകയാണ്. എന്താണെന്നറിയോ, ഹാജി മൊയ്തീൻ ഷാ ഞാൻ ചിലപ്പോൾ HM ഷാ എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലും എനിക്കിപ്പോൾ ഒരു കൊച്ചായി ലജ്ജെന്ന്. ഈ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ വലിയ പേര് അവർക്കറിയില്ല, അതുകൊണ്ട് HM ഷാ ചുരുക്കി പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ പറയണത് അതുപോലും ശരിയല്ലല്ലോ, എന്തിനാണ് അങ്ങനെ കാണിച്ചത്. നമ്മൾ ഷാ എന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവസാനം വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം, അമേരിക്ക. മനസ്സിലായി. അപ്പൊ ജാതി അറിഞ്ഞ് തന്നെയാണ് എന്തെങ്കിലും കാര്യം ഇടപെടുകയുള്ളൂ. ഇന്ത്യയിലും കേരളത്തിലും ചെമ്പറയ്ക്കലും ഒക്കെ തന്നെയാണ്.
അല്ല നമ്മൾ അത് ജാതി മറച്ചു വെച്ചാലും അത് സംഭവിക്കില്ല. ജനങ്ങളതെല്ലാം അറിയും. ഞാൻ ജാതി മറച്ചു വെച്ചല്ല, പെട്ടെന്ന് അറിയണ്ടല്ലോ എന്ന് വിചാരിച്ച് വടക്ക് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തു. അതിപ്പോൾ മാറ്റി മൊയ്തീൻ ഷാ തന്നെയാക്കി. അപ്പം ഞാൻ ഇതേക്കും അഭിപ്രായം. അങ്ങനെയുള്ള ഈ ലോകത്ത് 40% ജനസംഖ്യയുള്ള കേരളത്തിൽ 20% ജനസംഖ്യയുള്ള ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽ കിട്ടിയ ഒരേ ഒരു സീറ്റ് കോൺഗ്രസിന്റെ വേണ്ടി കിട്ടിയ സീറ്റ്, ആ സീറ്റിൽ ജയിച്ചു പോയ മറ്റേ ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞ ആരെയുന്നത് നിരീശ്വരവാദികളാണ്. യുക്തിവാദികൾ പോലും, യുക്തിവാദം നിരീശ്വരവാദമല്ല, നിരീശ്വരം വേറെയാണ്, യുക്തിവാദം വേറെയാണ്. ഈ യുക്തിവാദികൾ പോലും ദൃഢപ്രതിജ്ഞ ഒരേ ഒരു വർഗം നിരീശ്വരവാദികളാണ്. അപ്പൊ മറ്റേ ഷാഫി പറയുന്ന നിരീശ്വരവാദിയാണ്, മുസ്ലിം അല്ലെന്ന് പോലും വ്യാഖ്യാനിക്കണോ? അത്രയൊന്നും കടന്ന് ചിന്തിക്കണ്ട. അദ്ദേഹം ചെയ്ത് വലിയ തെറ്റാന്ന് പറയുന്നില്ല, അവരാരും അതിനെ കുറിച്ച് വേണ്ടിയില്ലല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം കാണുമ്പോൾ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രണ്ട് കാര്യമുണ്ട്. സമുദായത്തിന് മാത്രമല്ല സമൂഹത്തിന് വേണ്ടി ഇത് കണ്ട് ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയും അതിന് പരിഹാരം കാണുകയും അത് ഓർമ്മപ്പെടുത്തുകയും. അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുക. സത്യം. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ 20% എന്ന മുസ്ലിം സമുദായത്തിൽ 30 കോടിയോളം മുസ്ലിങ്ങൾ 99% വോട്ട് ആർക്ക് ചെയ്ത് കോൺഗ്രസ് നയിക്കുക മുന്നണിക്കാണ് എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇതുണ്ട്. ഇന്നിപ്പോ മനസ്സിലാക്കണം കൂട്ടുകാരെ, ഇന്നിപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം നാമധാരിയെ പോലും കോൺഗ്രസ്സുകാർ വളർത്തിക്കൊണ്ടുവരാതിരുന്നപ്പോൾ ലക്ഷദ്വീപാരം പി എം ചെയ്തൊക്കെ മരിച്ചിട്ട് 10 വർഷമായി, 15 വർഷമായി തോന്നുന്നു. ഏതാണ്ട് 15 വർഷങ്ങളിൽ ഒരു മുസ്ലിമിനെ പോലും ദേശീയ ധാരയിലേക്ക് കൊണ്ടുവരാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇത് ഷാഫി പറമ്പിലെ, പ്രിയങ്ക ഉൾപ്പെടെ, രാഹുൽ ഉൾപ്പെടെ, ഗാർഗിലൊക്കെ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റാക്കി നിയമിക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമില്ല പറയാൻ പറ്റൂ. ഇത് ലോകം മുഴുവൻ പോകുന്നതാണ്. അതായത് ചുക്കട അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിട്ട് നിയമിക്കാൻ പോവുകയാണ്. അത് നിസ്സാര സംഭവമല്ല. ഇന്ത്യൻ പൊളിറ്റിക്സിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് 2-3 പേരെ ആക്കിയിട്ട് അവരൊക്കെ തകർത്ത് കളഞ്ഞായിരിക്കും പറഞ്ഞു. അപ്പോൾ വെണ്ണേഴ്സിൽ പെടുത്തി തകർക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ സൂക്ഷികളൊക്കെ മുന്നോട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു. പക്ഷെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു കൈയോട് തലോടുമ്പോൾ മറ്റു കൈയോട് നമ്മൾ തല്ലുകയും ചെയ്യും. കാരണം അറിയോ, തെറ്റ് ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചാൽ മാത്രമേ ജനങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുള്ളൂ. അല്ല, ഞാൻ കോൺഗ്രസ് അനുഭാവിയായിട്ട് നിന്ന് സംസാരിച്ചാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. അവർ കോൺഗ്രസ് വാദിക്കുന്നു. എൻ്റെ ഈ സംഭാഷണവും ചാനലും ആയിരിക്കണം ആൾക്കാർ ശ്രദ്ധിക്കാൻ. കാരണം ഞാൻ നിഷ്പക്ഷമായിട്ട് വന്നുകൊണ്ടും ജാതി നോക്കാതെ, മതം നോക്കാതെ മുസ്ലിം ലീഗിനെ പോലും നമ്മൾ വിമർശിക്കുന്നത്. കാരണം നിഷ്പക്ഷ ചാനലാണത്. ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ആണ്, അതായത് സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം. അതാണ്. അത് വെറുതെ പഠിച്ചു തന്നെയാണ്, അല്ല ഒരു ചായവും കാണിക്കുന്നില്ല. ഇപ്പൊ മുസ്ലിം ലീഗ്, ഞാൻ കോൺഗ്രസ് പറഞ്ഞില്ല, മുസ്ലിം ലീഗ് ഇപ്പൊ 30 സീറ്റ് ചോദിക്കുകയാണ്. എന്ത് ന്യായീകരണം മുസ്ലിം ലീഗ് 30 സീറ്റ് വയ്ക്കുന്നു? ആകെയുള്ള കേരളത്തിൽ ആകെയുള്ള വോട്ടർമാരിൽ 4-1 മാത്രം ലീഗ് അനുഭാവിയുള്ളൂ. അതൊക്കെ കണക്കുദ്ദേശിച്ചിട്ടുണ്ട്. അത് വെച്ചപ്പോൾ 150 സീറ്റുകളിൽ 30 സീറ്റ് ലീഗിനെ കൊടുക്കാൻ പറ്റും. അതിനർത്ഥം കോൺഗ്രസ് മണ്ടന്മാര് ലീഗിനെ കയ്യിലെടുത്തുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച് കൂടുതൽ കൊടുത്ത് ഇപ്പൊ ജയിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. അത് പറ്റൂല. കോൺഗ്രസ് 20 സീറ്റ് കൊടുത്ത് മാക്സിമം 20 സീറ്റ്, 1 സീറ്റ് കൊടുക്കരുത്. പക്ഷേ മറിച്ച് ബാക്കിയുള്ള എണ്ണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്കോ അല്ല മറ്റേ ഇതര മുസ്ലിം സമുദായത്തെ ആൾക്കാർക്ക് കൊടുക്കണം. നിങ്ങൾ അപകടത്തിലേക്ക് ചാടരുത്. തങ്ങളും കുഞ്ഞാലിക്കുട്ടി അങ്ങനെയൊക്കെ പറയും. അവർ ധാരണ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരള മുസ്ലിം മൊത്താതാ. മൊത്തമല്ലെന്നേ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേര് തന്നെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് 4-1 മുസ്ലിങ്ങളാണ് അനുഭവമുള്ളൂ. 1/3, 1/5 എന്ന് പറയും. പക്ഷെ അതിൽ കടന്നു പോകും. അങ്ങനെയുള്ള മുസ്ലിം ലീഗിന് 30 സീറ്റ് ചോദിക്കുന്നത് ഞങ്ങൾ വലുതാണ്. എന്ത് വലുതായിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ അതിന് കണക്ക് പറഞ്ഞ് പാലക്കാട് മുതൽ കാസർഗോട്ടേക്ക് 65 സീറ്റുണ്ട്. 60 സീറ്റിൽ മുസ്ലിങ്ങളുണ്ട്. 50% മുസ്ലിങ്ങൾ പാടില്ല. അവിടെ കോൺഗ്രസ് മത്സരിച്ചില്ല, 5 സീറ്റേ ജയിച്ചുള്ളൂ. അപ്പോൾ മോഡൽ ലീഗ് ആണെങ്കിൽ അവർ ജയിക്കില്ലേ? ജയിച്ചോ? ഇതൊക്കെ മനസ്സിലാക്കാതെ, അടിയൊഴുക്ക് മനസ്സിലാക്കാതെ സതീശനും കൂട്ടരും ഞഞ്ഞ പറഞ്ഞ് തങ്ങളുടെ തൊപ്പി കണ്ട് കുഞ്ഞാക്കയുടെ ശരീരം കണ്ട് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കൊടുത്ത് നക്കപ്പിച്ച് കൊടുത്താൽ ഭരണം കിട്ടൂല. ഭരണം കിട്ടി കണക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഇത് ഒരിക്കൽ പോലും വിഭജിക്കാൻ പറ്റത് അണുശക്തി എന്ന് പറഞ്ഞാൽ അണുവിനെ വിഭജിച്ചല്ലോ. അതാണ് ബോംബുണ്ടായത്. ഒരിക്കലും വിഭജിക്കാൻ പറ്റില്ലെന്ന്, ഒരിക്കലും വിഭജിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു.
ലോകം മുഴുവൻ പറഞ്ഞു. അതിനാണ് പിളർത്തി ആറ്റുണ്ടാക്കിയത്. അതുപോലെ പിണറായി സർക്കാർ വിമർശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്ട് ആൾക്കാരാണ് കൊച്ചു കേരളത്തിൽ. പക്ഷേ ഇപ്പൊ വിമർശനം മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് ലോകം അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ജനത എന്താ പറയുന്നത്, വളരെ തുറന്നു പറഞ്ഞിട്ട് അത്രയൊന്നും വലുതല്ലല്ലോ തങ്ങൾ കുഞ്ഞാക്കയും. ഞാൻ തങ്ങൾ കുഞ്ഞാക്കയുടെ എതിരാളിയൊന്നുമല്ല, അവരെന്റെ നേതാക്കൾ തന്നെയാണ്, സംശയമില്ല. പക്ഷെ അർഹതപ്പെട്ട് ചോദിക്കാവൂ. പിന്നെ വേറൊരു കാര്യം, കുഞ്ഞാക്കോട് ഞങ്ങൾ ഉപമുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. എന്തിനാണ് കുഞ്ഞാക്കോ ആവശ്യപ്പെടുന്നത്? നിങ്ങൾക്കുള്ളതല്ലേ അത്. അത് കേരളത്തില് മുന്നണിപ്പെട്ട് രണ്ടാം കക്ഷിക്ക് ഉപമുഖ്യമന്ത്രി അർഹതപ്പെട്ടാണ് കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം ഉപമുഖ്യമന്ത്രി നഹാസ് സാഹിബിനും CH-നും. അതിനു മുമ്പ് CH മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി ചോദിക്കാം, അത് നിങ്ങൾ ആക്ഷേപത്തിന് പിന്നെ കൈകാലം പിടിക്കട്ട. അത് നിങ്ങളുടെ റൈറ്റാണ്, അവകാശമാണ്. നമ്മളെല്ലാം പറയും, രണ്ടും പറയും. അത് നിങ്ങൾ ചേര കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് UDF ഇത്തവണ ഭരണം കിട്ടിയാൽ കുഞ്ഞാക്കാട് ലീഗ് വരുന്ന ഒരാൾക്ക് മുഖ്യ സ്ഥാനം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല, ചരിത്രമുണ്ട്. നിങ്ങൾ 30 സീറ്റ് ചോദിച്ചാൽ മതി, ജയിച്ചെടുക്കുകയും ചെയ്യണ്ടേ. 30 സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ 15 സീറ്റിൽ ജയിച്ചുള്ളൂ, പകുതി പോയില്ലേ. മറിച്ച് 20 സീറ്റ് കിട്ടിയിട്ട് 15 സീറ്റിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഗ്രസ് കാണിച്ച മണ്ടത്തെ നിങ്ങൾ കാണിക്കുക എന്ന് പറയും. കോൺഗ്രസ് UP ബീഹാറിൽ 100 സീറ്റ് വാങ്ങി, 4 ജയിച്ചുള്ളൂ, 3 ഭാഗം തോറ്റുപോയി. പഞ്ചാബില്, UP എല്ലാ സ്ഥലത്തും. അപ്പൊ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള അവകാശവാദമേ ഉന്നയിക്കാവൂ. അതാണ് ഫിലോസഫി. ഇത് ഫിലോസഫിയാണ്, മനഃശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ്, എല്ലാമാണ്. വെറും ഒരു മറ്റ് സ്റ്റണ്ടല്ല. എങ്ങനെയെങ്കിലും ആൾക്കാരെ കൂട്ടി പരസ്യം കിട്ടി കാശുണ്ടാക്കുന്ന ഒരു സ്ഥാപനം അല്ലത്. അങ്ങനെ ഒരു ചാനലല്ലത്. ഇത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, സ്വന്തം രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരു ചാനലാണ്. മറ്റൊരു സംഗീത കാര്യങ്ങൾക്കും സ്ഥാനമില്ല, ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് വളരെ ശ്രദ്ധാപൂർവം വേണം കാര്യം നടത്താൻ. അത് നടത്തിയില്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുന്നു, വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ വയ്യ. പിന്നെ വെള്ളാപ്പള്ളി സാറിനെ കുറിച്ച് ഇപ്പൊ ഏതായാലും ഒരു കാര്യത്തിലാണ് വെള്ളാപ്പള്ളി സാർ നല്ല കവറേജ് കിട്ടുന്നത്. അത് ഗുഡ് വില്ലുണ്ട്, ബാഡ് വില്ലുണ്ട്. ആ കവറേജ് ബാഡ് വില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അദ്ദേഹത്തിന് ബാഡ് വില്ല ഏതാ ഗുഡ് വില്ല ഏതാ, അയാൾക്ക് അദ്ദേഹത്തിന് എന്ത്, അദ്ദേഹത്തിന് എന്തിനി 80-82 വയസ്സാട്ടികൾക്ക് എല്ലാം കൊണ്ട് ഇനി എന്താവുന്നില്ല. പക്ഷെ ആ സമുദായത്തിന് SNDP എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വിഭാഗം എന്ന് പറയുന്ന ഈഴവ വിഭാഗത്തിന് അദ്ദേഹത്തെ കൊണ്ട് ഉണ്ടാക്കുന്ന മാനക്കേട് ചില്ലറയില്ല. പക്ഷെ എന്തുകൊണ്ട് ഇതുപോലൊരു സംഭവം മുസ്ലിം സമുദായത്തിൽ ഒരുത്തൻ കാണിച്ചാൽ, സത്യം പറഞ്ഞു എന്റെ ജീവൻ കൊടുത്തോളും അതൊക്കെ തകർത്തോളി. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ 10,000 ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെയുള്ള ശക്തിയൊക്കെ കുഴിച്ചുകൂടി മണ്ണിലാക്കും ഒരു സമുദായത്തെ വഞ്ചിക്കാൻ വന്നാൽ. ഇത്രയും തുടർച്ചയായിട്ട് മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു സംഘടനയെ കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങളുടെ കപ്പാസിറ്റി എന്തായിരിക്കണം, ഞങ്ങളുടെ ഗ്രാഹ്യം എന്തായിരിക്കണം, സാധാരണ വെച്ച് പറയാൻ പറ്റുമോ? കുഞ്ഞാൾക്ക് തങ്ങൾക്ക് എതിരെ ആരെങ്കിലും പറയൂ, ഒരു മുസ്ലിം പറയുമോ? അവനവരുടെ കപ്പാസിറ്റി ഇല്ല. കാരണം അവരെ നക്കാപ്പിച്ച് വാങ്ങിച്ച ആരെങ്കിലും പുറകിൽ നിൽക്കുക. ഞങ്ങൾ സ്വതന്ത്രമാണ്, ഇൻഡിപെൻഡന്റ് ആണ്, ആർക്കും കീഴ്പ്പെടുന്നില്ല, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണമാണ്. അതാ ഇത്രയൊക്കെ തുറന്നു പറഞ്ഞത്. ഈ പറയുന്നതെല്ലാം നമ്മൾ രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ചന്ദനവരം വെട്ടി നശിപ്പിക്കുമ്പോഴും ചന്ദനമാണ് അവന് ആസ്വാദം കൊടുക്കാണ് വെട്ടുന്നവന്. അതുപോലെ ഞങ്ങള് ഇത്രയൊക്കെ പറയേണ്ടതിലും മനസ്സ് നീറുന്നുണ്ട്. കാരണം ഈ സമൂഹം, ലീഗ് ഉൾപ്പെടെ സമൂഹം, അല്ലെങ്കിൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇതെല്ലാം നന്നായി വേണം, ജനനന്മയായിരിക്കണം. അതിലൊരു സംശയമില്ല. ഇന്നത്തെ രാഷ്ട്രീയം നിറുകെട്ട രാഷ്ട്രീയം പോയില്ലേ. പണത്തിന് വേണ്ടി മാത്രം, പണവും ജാതീയതയും ഒന്ന് കലച്ചില്ലേ. എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? നമ്മൾ കേൾക്കുന്നതെല്ലാം ഇത്ര മത്സരിച്ച ആരാണ്? കോടീശ്വരന്മാരല്ല, സാധനക്കാരിൽ എത്ര പേര് ജയിച്ചിട്ടുണ്ട്? ശരിക്കും പാർട്ടി പോകുന്ന നടത്തി 10, 20, 30 വർഷം പ്രവർത്തിച്ച ഒരു നേതാവിന് പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും, കോൺഗ്രസും ലീഗും മാത്രമല്ല, പറ്റുമോ? കോടീശ്വരന്മാർ, ലക്ഷപ്രഭുക്കൾ. എനിക്കറിയാം 100 ആൾക്കാരെ അർഹതയായിട്ട് കൊടുക്കാത്തത്. ഈ കോർപ്പറേഷൻ പോലും അർഹത കൊടുക്കാതെ എനിക്കറിയാം. ഞങ്ങൾ ഇതെല്ലാം വെൽ സ്റ്റഡിയഡാണ്. സ്റ്റഡി ചെയ്ത് വന്ന് വെറുതെ പറയുന്നില്ല. അന്ധമായ വിശ്വാസവും അന്ധമായ ആരാധനയില്ല. ഇത് ആരാധന കാര്യം പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം പറയണം. ഇപ്പൊ മേയർ മിനി മോളയാട്ടെ ആരാധന എന്ന് ആരാധ്യനായ എന്ന് പറഞ്ഞ് എന്നൊരു പ്രയോഗം കണ്ട് ഫ്ലെക്സ് ഉണ്ട്. ഒരിക്കൽ ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ദൈവത്തെ മാത്രം നമ്മൾ ആരാധിക്കാൻ പാടില്ല. മറ്റുള്ള എന്താണ്
ആദരണീയതയാണ്. ആദരണീയനായ മേയർ, ആദരണീയായ മേയർ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകം. അല്ല, ഒരിക്കലും ആരാധകൻ എന്ന് പറയരുത്. ആരാധന ഏത് പാർട്ടിയാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും അത് ദൈവത്തിന് മാത്രം. ഹിന്ദുക്കൾ ഹിന്ദു ദൈവത്തെ ആരാധിക്കുന്നു, ക്രിസ്ത്യൻ ദൈവത്തെ ആരാധിക്കുന്നു, മുസ്ലിം ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ഒരു സാങ്കല്പിക രീതിയാണ്. പക്ഷെ മേയർമാർക്ക് കൊടുക്കേണ്ടത് ആരാധനയല്ല, ആദരവാണ്, ആദരണീയരാണ്. ശിവാൻ ടി.എച്ച്. മുസ്തഫ സാഹിബിനെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഉൾക്കാരി യോഗമാണ് ഞാൻ പ്രസംഗിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ആരോ പറഞ്ഞു ടി.എച്ച്. മുസ്തഫനെ ആരാധ്യനായ ടി.എച്ച്. മുസ്തഫ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. ടി.എച്ച്. മുസ്തഫ മോശമായതുകൊണ്ടല്ല, ആരാധന എന്ന് പറയുന്നത് ആർക്കാണ്? ദൈവത്തിൽ മാത്രം. ആദരണീയനായ ടി.എച്ച്. മുസ്തഫ എന്ന് പറയാം. അങ്ങനെ തിരുത്തി പറഞ്ഞു. അതുപോലെ ഞങ്ങൾ വീണ്ടും പറയണം, സാന്ദർഭ്യം പറഞ്ഞു. അങ്ങനെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ബഹുമാനിക്കണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് പണത്തിൻ്റെ പുറകിൽ പോകുന്ന രാഷ്ട്രീയ പാപ്പരത്വമുള്ള രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളാണ്. അവിടെ എല്ലാം ലക്ഷ്യം അധികാരമാണ്, അധികാരത്തിൽ കയറും. പക്ഷെ ഞങ്ങൾ ജനതാദൾ നാഷണലിസ്റ്റ് എന്ന കൊച്ചു പാർട്ടിയെ പോലെ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൊച്ചു പാർട്ടി ഞങ്ങളായിരിക്കും സംഭവിച്ചു. ഞങ്ങൾക്ക് ലക്ഷ്യം എന്താണ്? ഭരണമല്ല, ഞങ്ങളുടെ ലക്ഷ്യം അതിനപ്പുറമാണ്. മറ്റെല്ലാവർക്കും ലക്ഷ്യം ഭരണമാണ്, ഞങ്ങൾക്കതല്ല, അധികാരമാണ്. പിന്നെ എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം? എല്ലാവർക്കും തുല്യനീതി, സമത്വഭാവന. പണ്ട് ഗുരുദേവനും പ്രവാചകനൊക്കെ പറഞ്ഞ പോലെ. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഈ യുക്തിവാദികള്, നിരീശ്വരവാദികള്, മറ്റൊരുതൊക്കെ മതത്തെ കുറ്റം പറയുന്നുണ്ട്. ഞാൻ അവരോട് വിനീതമായി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ നല്ല ചീത്തയും നടത്തുന്നത്? 100 വർഷം പഴക്കമുള്ള നിരീശ്വരവാദം അല്ലെങ്കിൽ 100 വർഷം പഴക്കമുള്ള യുക്തിവാദി, നിങ്ങൾ എങ്ങനെയാണ് നല്ലത് ഏതാണ് ചീത്ത എന്നറിയുന്നത്? നല്ലത് ഏതാണ് ചീത്ത ഏതാന്ന് പറയുന്നത് മതങ്ങളാണ്. ഭഗവത്ഗീത ആയാലും ഖുർആനായാലും ബൈബിളാണെങ്കിലും ഒക്കെ പറയുന്നത് നല്ലതാണ്, നന്മയാണ്. നന്മ പറയുന്ന കൂടെ തിന്മ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ മതഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ നിങ്ങളുടെ പൂർവികരാണ് ഈ യുക്തിവാദിയിൽ നല്ല ഇതാണ് ചീത്തയൊക്കെ പറഞ്ഞത്. അല്ല, നിങ്ങൾ കണ്ടുപിടിച്ചല്ല. നിങ്ങൾ കണ്ടുപിടിച്ച് കേവലം 100 വർഷം പഴക്കമുള്ളൂ അല്ലെങ്കിൽ 100 വർഷം പഴക്കമുള്ളൂ. നിങ്ങൾ പറയണം മതം ഒന്നും കൊള്ളില്ല. എന്നാൽ ശ്രീനിവാസ മരിക്കുമായിട്ട് പറഞ്ഞ് മതത്തെക്കുറിച്ച് മോശമായിട്ട് പോയി. ഇപ്പൊ വേറെ നിരീശ്വരവാദികൾ പറയുന്നത് ഇന്ന് നാളെ ചെല്ലുമ്പോൾ മതത്തിൽ നല്ല വല്ലതും ഉണ്ടോ എന്ന് പറയാം. അതൊന്നും ശരിയല്ല. അങ്ങനെ കണ്ണടിച്ച് ഇരുട്ടാക്കി പാവപ്പെട്ട സാധു ജനങ്ങളുണ്ട്, അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ആളാകാം. പക്ഷെ മൊയ്തീൻ ഷായെ പോലെ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് അങ്ങനെയൊന്നും വിലയിരുത്തി കൊച്ചാക്കാൻ ഒരു സാധ്യതയില്ല, സാധ്യത ഞങ്ങൾ അനുവദിക്കുകയില്ല. സത്യം, നീതി, സമത്വം ഒക്കെ ഇത് ഒരു സംശയമില്ല. അതാണ് ചെയ്യേണ്ടത്. അപ്പം ഇത്തരണത്തിൽ കോൺഗ്രസ് പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് കൊടുത്ത് അവരെ ഒതുക്കുക അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുകയല്ല. ഈ സമുദായത്തിന് എല്ലാവർക്കും ആനുപാതികമായിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് ആനുപാതികമായിട്ട് കൊടുക്കും. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ആനുപാതികമായിട്ട് കൊടുത്തിട്ടില്ല ഈ സമുദായത്തിന്. വളരെ വ്യക്തമായിട്ട് കണക്കുകളുണ്ട്. അതിപ്പോൾ ഇലക്ഷൻ വരുന്നതുകൊണ്ട് നമ്മളൊക്കെ വൃണമാക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആക്കിക്കരുത്. അതാണ് ചിന്തിക്കണ കാര്യം. അത് ചെയ്യണം, പ്രത്യേകം പറയണം. ഏതായാലും ഒരു കാര്യം ചെയ്യാം, എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.